Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളായ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസുകളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം വൈഡ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രം കൂട്ടിച്ചേർത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സുകൾ വരാൻ ചാൻസ് ഉള്ളൊരു പാർട്ട് കൂടിയാണ് ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എ പ്രോജക്റ്റ് സിംപ്ലി റെഫേഴ്സ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഈസ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ ദ പ്രോഫിറ്റ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, ന്യൂ സർവീസസ്, ന്യൂ ഓർഗനൈസേഷൻ ആൻഡ് ന്യൂ ബിസിനസ്. ഒരു പ്രൊജക്റ്റ് അതിൻ്റെ പ്രോഫിറ്റിനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെയും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പുതുതായിട്ട് വരുന്ന പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ സർവീസുകൾ, ഓർഗനൈസേഷൻസ്, ന്യൂ ബിസിനസ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ്. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എ പ്രോജക്റ്റ് ഇൻവോൾവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി ആൻഡ് മണി വർത്ത്. ഒരു പ്രോജക്റ്റിലെ അതിൻ്റെ എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എമൗണ്ടിൻ്റെ വാല്യൂസും ഉൾപ്പെടുന്നു. ദ ഒബ്ജക്റ്റീവ് ഓഫ് എ പ്രോജക്റ്റ് ഈസ് ടു ഏൺ പ്രോഫിറ്റ് നേടുക എന്നതാണ് ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സുകളുടെയും സർവീസുകളുടെയും പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എവറി പ്രോജക്റ്റ് ആസ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോജക്റ്റിനും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളും അൺസർട്ടൈനിറ്റീസുകളും ഉണ്ട്. ഇറ്റ് ആസ് എ ഫിക്സഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സുകളാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ഫിക്സഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ കേസിൽ അതിന് നിരവധി സബ്ജക്റ്റുകളുണ്ട്. അതിലെന്താണ് കുറേ അധികം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റീവ് ബിഗിനിങ് ആൻഡ് ആൻ എൻഡ്. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു ബിഗിനിങ് സ്റ്റേജും ഉണ്ടായിരിക്കും, അതിനൊന്ന് അവസാനവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് എ ലൈഫ് സൈക്കിൾ റിഫ്ലക്റ്റഡ് ബൈ ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻസ്. ഇവിടെ പറയുന്നത് എന്താണ്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു ലൈഫ് സൈക്കിൾ ഈ പറയുന്ന പ്രോജക്റ്റിലുണ്ടാകും. ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് എലമെൻറ്റ്സ് സച്ച് ആസ് ടെക്നോളജി, എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ്, മിഷനറി ആൻഡ് പീപ്പിൾസ്. ഈ പറയുന്ന ടെക്നോളജി, എക്യുപ്മെൻറ്റ്സ്, മിഷനറീസ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, പീപ്പിൾസ് തുടങ്ങിയ എല്ലാ ഘടകങ്ങളും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ പറയുന്ന പ്രോജക്റ്റ്. നെക്സ്റ്റ്, എ പ്രോജക്റ്റ് റിക്വയർ എ ടീം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ടീം വർക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഒരു പ്രോജക്റ്റിന് അതിൻ്റേതായുള്ള ടീം വർക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അടുത്തതെന്നാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് നമ്മൾക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ്. ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ബെനിഫിറ്റുകളുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുന്നതിനെയാണ് നമ്മൾ പറയുന്ന ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബെനിഫിറ്റുകളുടെ അളവിനനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കാത്ത ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബെനിഫിറ്റ്, നമ്മുടെ ആനുകൂല്യങ്ങനനുസരിച്ചിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കാത്ത കേസ് ഓഫ് പ്രോജക്റ്റുകളാണ് ഈ പറയുന്ന നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, classification by Planning Commission of India. There are the 5 categories: agriculture and allied sector, irrigation and power sector, industry and mining sector, transport and communication sector, and social service sector. ഈ പറയുന്ന 5 കാറ്റഗറിയാണ് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നത്.
നെക്സ്റ്റ് ടെക്നോ എക്കണോമിക് പ്രോജക്റ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ടെക്നോ എക്കണോമിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നായിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ പ്രോജക്റ്റിൻ്റെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ അധ്വാനം അത് പ്ലാന്റിലും അതുപോലെ തന്നെ മിഷനറീസുകളിലും വലിയ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്രോജക്റ്റിനെയാണ് നമ്മൾ ഫാക്ടറി ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. കൊസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഇതിനെ ഡിമാൻഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതോ റോ മെറ്റീരിയൽസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന കൊസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലുപ്പം അത് വർഗീകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ചേഞ്ച് ചെയ്യുകയും വലിയ തോതിലുള്ള ഒരു ഇടത്തരം ചെറിയ രീതിയായിട്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ തരംതിരിക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറി: പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രോജക്റ്റ് അതുപോലെ തന്നെ സർവീസ് ഓറിയൻറ്റഡ് പ്രോജക്റ്റ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രോജക്റ്റിൽ ന്യൂ പ്രോജക്റ്റ്, എക്സ്പാൻഷൻ പ്രോജക്റ്റ്, മോഡേണൈസേഷൻ പ്രോജക്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് ഓറിയൻറ്റഡ് പ്രോജക്റ്റിലാണെങ്കിൽ വെൽഫെയർ പ്രോജക്റ്റ്, സർവീസ് പ്രോജക്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് ഒരു സർവീസ് ഓറിയൻറ്റഡ് പ്രോജക്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു ദ അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻസ്. ദർ ആർ ദ 3 കാറ്റഗറീസ് ഓഫ് ദ അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻ: നോർമൽ പ്രോജക്റ്റ്, ക്രാഷ് പ്രോജക്റ്റ്, ഡിസാസ്റ്റർ പ്രോജക്റ്റ്. മെയിനായിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻറ്റ്സുകളാണ് ഈ പറയുന്ന. ഒന്ന് നമ്മൾ ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റും, രണ്ടാമത് ടെക്നോ എക്കണോമിക് പ്രോജക്റ്റും, മൂന്നാമത്തെ ഈ പറയുന്ന അക്കോർഡിംഗ് ടു ദ അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നോർമൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? സാധാരണയായിട്ടുള്ള പ്രോജക്റ്റുകളെയാണ് നമ്മൾ നോർമൽ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ മതിയായിട്ടുള്ളൊരു സമയം അനുവദിച്ചിരിക്കുകയും ഇത്തരത്തിലുള്ള പ്രോജക്റ്റിന് ഒരു കുറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ക്രാഷ് പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ടൈം ലഭിക്കുന്നതിന് അധികമായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻസുകൾ വഹിക്കുന്നുണ്ട്. ഇത് സാധാരണയായിട്ടുള്ള ഒന്നാണ്. അത് മാത്രമല്ല വെണ്ടർമാരിൽ നിന്നും കോൺട്രാക്റ്റുകളിൽ നിന്നും ഒരു ടൈം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വെണ്ടർമാരിൽ നിന്നും കോൺട്രാക്റ്റുകളിൽ നിന്നും ടൈം കൊണ്ടുവരുന്ന എൻ്റർപ്രൈസിലും അതിൻ്റെ നിർമ്മാണത്തിലും അവർക്ക് എന്താണ് അധികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസാസ്റ്റർ പ്രോജക്റ്റ്. ഡിസാസ്റ്റർ പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന വെണ്ടർമാരെ സെലക്ട് ചെയ്യുകയും അതിലൂടെ തന്നെ അവരുടെ കോസ്റ്റ് കൺസിഡർ ചെയ്യാതെ തന്നെ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻസസ് അത് വളരെ ഉയർന്നതാണെങ്കിലും ഈ പ്രോജക്റ്റുകളുടെ ടൈം അത് വളരെയധികം ലാഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രോജക്റ്റുകളെയാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ദ പ്രോജക്റ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ടു അച്ചീവ് ദ മിഷൻ ആൻഡ് ഈസ് സാഡ് ടു ബി കംപ്ലീറ്റഡ്. വെൻ ദ മിഷൻ ഈസ് അച്ചീവ്ഡ് ദ പ്രോജക്റ്റ് ലൈഫ്സ് ബിറ്റ്വീൻ these 2 cut-off period and this intermediary time is called project life cycle. Project life cycle consists of the following 3 stages. എന്താണ് ഒരു പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മിഷൻ നേടുന്നതിനാണ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ആ മിഷൻ പൂർത്തിയാകുമ്പോൾ ഇത് പൂർത്തിയാകുമെന്ന് പറയപ്പെടുന്നു. ഈ 2 കട്ട് ഓഫ് പീരീഡുകൾക്കിടയിലാണ് പ്രോജക്റ്റ് താമസിക്കുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ടൈമിൽ തന്നെ ആ പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ചില സ്റ്റേജസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേജസ് ആണ് ഈ പറയുന്ന പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റീവ്സുകളുടെ ഫോർമേഷൻസ് അത് ഡിമാൻഡിലൂടെ തന്നെ
ഡിമാൻഡിൻ്റെ പ്രവചനം, ഇൻപുട്ടിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുകളുടെയും വിലയിരുത്തലുകളും, അതുപോലെ തന്നെ സ്ട്രാറ്റജീസിൻ്റെ സെലക്ഷൻസും, സാമ്പത്തികമായിട്ടുള്ള പ്രൊഫൈലിൻ്റെ പ്രവചനങ്ങൾ, അതുപോലെ തന്നെ കോസ്റ്റ് വരുന്ന ആനുകൂല്യങ്ങൾ അതൊക്കെ വിശകലനം ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനു മുമ്പുള്ള എല്ലാ തരത്തിലുമുള്ള മൂല്യനിർണ്ണയവും ചില കോസ്റ്റുകളും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഇതിലെന്താണ് നമ്മൾ സർവേകൾ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു സ്റ്റഡീസ് നടത്താം എന്നതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്കൊരു സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഇത് കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ പേസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജസിൽ പരമാവധി കോസ്റ്റ് ഉപയോഗിക്കുന്നു. ഇവിടെ കൺസ്ട്രക്ഷൻ സ്റ്റേജസിൻ്റെ കേസിൽ അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഡെവലപ്ഡ് കാര്യങ്ങൾ അത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റലിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആവശ്യകതകളും ഉൾപ്പെടുകയും ലാൻഡ്, ബിൽഡിങ്സ്, സിവിൽ വർക്കുകൾ, അതുപോലെ തന്നെ മിഷനറീസുകൾ, എക്യുപ്മെൻറ്റ്സുകൾ, ഇൻസ്ട്രുമെൻസുകൾ എന്നിവയ്ക്കുള്ള കോസ്റ്റും കൂടി ഈ പറയുന്ന കൺസ്ട്രക്ഷൻ സ്റ്റേജസിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോർമലൈസേഷൻ പേസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൻ്റെ എല്ലാ പ്രൈമറി ഒബ്ജക്റ്റീവ്സുകളും അതുപോലെ തന്നെ ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഇവിടെ പ്രോജക്റ്റ് എല്ലാ രീതിയിലും സ്ഥാപിച്ച എല്ലാ സർവീസുകളും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസുകളുടെ കോസ്റ്റ് കൂടിയാണ് ഇവിടെ നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. മെറ്റീരിയലുകൾ അതുപോലെ തന്നെ യൂട്ടിലിറ്റികൾ, അഡ്മിനിസ്ട്രേഷൻസ്, ഓപ്പറേഷൻ, മെയിൻ്റെനൻസ് തുടങ്ങിയവയൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ദർ ആർ ദ 3 സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ: പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പേസ്, കൺസ്ട്രക്ഷൻ പേസ് ആൻഡ് നോർമലൈസേഷൻ പേസ്. നെക്സ്റ്റ് വൺ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. Project management is the process of planning, organizing, monitoring and controlling of all aspects of a project and motivating all involved to achieve the project objectives of safety and completion within a definite time, cost and performance. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാ വശങ്ങളും പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, മോണിറ്ററിങ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതൊക്കെ എന്താണ് ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നാണ്. ഇവിടെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് ടൈം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പെർഫോമൻസ് എന്നിവയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ കംപ്ലീഷൻസും ഒരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും നേടുന്നതിന് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഒരുവിധം എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു എസ്സേ പാർട്ടായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ ഓരോ സ്റ്റേജസുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുള്ള സ്റ്റേജസുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു 6 സ്റ്റേജസും അല്ലെങ്കിൽ ഈ 6 സ്റ്റേജസും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. It refers to identification of business or investment opportunities. It involves the scanning of the environment to find out investment opportunities. പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ. ഇവിടെ ബിസിനസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ തിരിച്ചറിയുന്നതിനെയാണ് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിന് എൻവയോൺമെൻറ്റൽ സ്കാൻ യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. നെക്സ്റ്റ്, പ്രോജക്റ്റ് ഫോർമുലേഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ഐഡിയ ഇൻ ടു കോൺക്രീറ്റ് പ്രോജക്റ്റ് വിത്ത് സ്ക്രൂട്ടിനി ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പ്രിലിമിനറി ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി
വശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയോടെ കോൺക്രീറ്റ് പ്രോജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി വശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയോട് കൂടിയിട്ട് കോൺക്രീറ്റ് പ്രോജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻ. നെക്സ്റ്റ്, പ്രോജക്റ്റ് അപ്രൈസൽ. ഇറ്റ് ഇൻവോൾവ് ദ സെർച്ചിങ്, സ്ക്രൂട്ടിനിങ്, analysis and evaluation of the market, technical, financial and economic variables. It examines the validity of the project. ഇവിടെ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ്, അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലി ആയിട്ടുള്ള വേരിയബിൾസുകൾ അല്ലെങ്കിൽ എക്കണോമിക്കൽ വേരിയബിൾസുകൾ, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്, സ്ക്രൂട്ടിനി, അനാലിസിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും ഈ പ്രോജക്റ്റ് അപ്രൈസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള എഫിഷ്യൻസിയെയും ആ എഫിഷ്യൻസിയൊക്കെ എന്താണ്, ആ എഫിഷ്യൻസീൻ്റെ ഇതൊരു പ്രൊജക്റ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള വാലിഡിറ്റിയും ഒക്കെ എന്താണ് എക്സാമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറയുന്ന ഈ സ്ക്രൂട്ടിനി ഓഫ് അനാലിസിസ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ്, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് വേരിയബിൾസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോജക്റ്റ് സെലക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് എ പ്രോജക്റ്റ് നാഷണലി ഇൻ ദ ലൈറ്റ് ഓഫ് പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻഹറൻറ്റ് കൺസ്ട്രെയിൻസ് ഓൺ ദി ബേസിസ് ഓഫ് അപ്രൂവൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവ്സുകളുടെയും അതുപോലെ തന്നെ ഇൻഹറൻറ്റ് കൺസ്ട്രെയിൻസുകളുടെയും ഒരു പ്രോജക്റ്റ് അത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന പ്രോജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വാല്യുവേഷൻ്റെയും അതുപോലെ തന്നെ വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവ്സുകളുടെയും അതുപോലെ തന്നെ ഇൻഹറൻറ്റ് കൺസ്ട്രെയിൻസുകളുടെയും എന്തെങ്കിലും തരത്തിലുള്ളൊരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് സെലക്ഷൻ കൂടിയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇറ്റ് ഈസ് ദ സ്റ്റേജസ് ഓഫ് ബർത്ത് ഓഫ് എൻ എൻ്റർപ്രൈസ്. അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റേജസ് ദ ഐഡിയ ബിക്കംസ് എ റിയാലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എൻ്റർപ്രൈസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘട്ടമാണ്. ഈ ഒരു സ്റ്റേജിൽ അവസാനം കോൺസെപ്റ്റ് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ്, ഈ ഘട്ടത്തിൻ്റെ അവസാനമാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഇതാണ് നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രോജക്റ്റ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. ഇത് ലാസ്റ്റ് സ്റ്റേജാണ് പ്രോജക്റ്റ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് assessing the performance of the project after it started functioning. Project evaluation simply means assessing the progress of the project. പ്രോജക്റ്റ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആ പ്രോജക്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രോജക്റ്റിൻ്റെ ഇവാലുവേഷൻസ് എന്നാൽ ആ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ പുരോഗതി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് അത് വിലയിരുത്തുകയാണ് എന്നാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോളോ അപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസുകളാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനുള്ളത്. ഒന്നാമത്തെ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, രണ്ടാമത്തത് പ്രോജക്റ്റ് ഫോർമുലേഷൻ, തേർഡ് വൺ പ്രോജക്റ്റ് അപ്രൈസൽ, ഫോർത്ത് വൺ പ്രോജക്റ്റ് സെലക്ഷൻ, ദെൻ ഫിഫ്ത്ത് വൺ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ പ്രോജക്റ്റ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ടു അച്ചീവ് ദ മാക്സിമം പ്രൊഡക്ടിവിറ്റി അറ്റ് മിനിമം കോസ്റ്റ്. ഇവിടെ കുറഞ്ഞ കോസ്റ്റിൽ പരമാവധി പ്രൊഡക്ടിവിറ്റി കൈവരിക്കുക. ടു മാക്സിമൈസ് ദ ഇൻകം ആൻഡ് റിട്ടേൺസ്. ഇവിടെ ഇൻകമും അതുപോലെ തന്നെ റിട്ടേൺസും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റീസ് റിസ്ക്കും കുറയ്ക്കുക.
ടു എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എഫിഷ്യൻസീസ് എന്ന് വെച്ചാൽ വേസ്റ്റും അതുപോലെ തന്നെ അവർക്കുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഇല്ലാതാക്കലും അതുപോലെ തന്നെ അവിടെ എന്താണ് പറയുന്നത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ടു മേക്ക് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് ദ റിസോഴ്സസ് മാൻ പവർ മണി മെറ്റീരിയൽ ടെക്നോളജി എക്സെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ പവേഴ്സ് അതുപോലെ തന്നെ മണി മെറ്റീരിയൽസുകൾ ടെക്നോളജീസ് തുടങ്ങിയവയുടെ റിസോഴ്സുകളുടെ ഏറ്റവും വലിയ ഒരു എഫിഷ്യൻസി അത് ഫലപ്രദമായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് നീഡ്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ കോംപ്ലക്സിറ്റി ഓഫ് പ്രോജക്റ്റ്. കോംപ്ലക്സിറ്റി ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പ്രോജക്റ്റിൻ്റെ ടൈം, പരിശ്രമം, അതുപോലെ തന്നെ എമൗണ്ട് തുടങ്ങിയ ഉൾപ്പെടുന്ന പ്രോജക്റ്റുകളുടെ പ്ലാനിങ് ചെയ്യുകയോ അതുപോലെ തന്നെ അത് നടപ്പിലാക്കുകയോ ചെയ്താൽ അവിടുത്തെ ആ പ്രോജക്റ്റുകളിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സുകളുടെ റിസോഴ്സുകൾ പാഴാവുകയും ചെയ്യും. നെക്സ്റ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എന്ന് പറയുന്നത് പ്രൊജക്റ്റുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള ഒബ്ജക്റ്റീവ് ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ നേടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾ നമുക്ക് നേടാൻ സാധിക്കില്ല. നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് സജ്ജീകരിക്കണം. അതിലുള്ള വെല്ലുവിളികൾ ആ ഒരു പ്രോജക്റ്റിലൂടെ തന്നെ അതിൻ്റെ സക്സസ്, ആ പ്രോജക്റ്റിൻ്റെ സക്സസ്സിനെ തന്നെ എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ സക്സസ് നമുക്ക് എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക എന്നതാണ് ആ പ്രോജക്റ്റ് മെയിനായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ല അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ കോമ്പറ്റീഷൻ വ്യവസ്ഥയെ നേരിടുക എന്നത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ എന്താണോ ആവശ്യം, ആ ആവശ്യത്തിൻ്റെ ഒരു ഭാഗം എന്നതിലുപരി ഒരു മുഴുവൻ ആവശ്യവും, അയാൾക്കുള്ള എന്തൊക്കെയുള്ള ആവശ്യം ആ ആവശ്യത്തിൻ്റെ മുഴുവൻ ആവശ്യവും നിറവേറ്റുക എന്നതാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുകയാണെങ്കിൽ ടൈം, അതുപോലെ തന്നെ വസ്തുക്കൾ, അതുപോലെ തന്നെ അവൻ്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും അധ്വാനം മുതലായവയുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കൺസ്ട്രെയിൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോജക്റ്റിൻ്റെ ലിമിറ്റഡായിട്ട് കൈകാര്യം ചെയ്യുന്നത് എത്രത്തോളം സാധ്യമാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് നീങ്ങുന്നത്. നെക്സ്റ്റ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജസിലും അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളും ഉണ്ടായിരിക്കും, അതിനായുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അങ്ങനെ വരുന്നുള്ള എല്ലാ പ്രോജക്റ്റുകളും നീങ്ങുമ്പോൾ പുതിയ തരത്തിലുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവിടെ റിസ്ക്കുകളും അതുപോലെ തന്നെ അൺസർട്ടൈനിറ്റികളും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ ആ ഒരു പ്രോജക്റ്റിൻ്റെ ശരിയായ തരത്തിലുള്ള നടത്തിപ്പിലൂടെ ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഓവർറൺ ആൻഡ് കോസ്റ്റ് ഓവർറൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ടൈം ഓവർ റൺ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രോജക്റ്റ് ആ ബജറ്റിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് ഓവർ റൺ എന്നും വിളിക്കുന്നു. പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോജക്റ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരു അവസാനമായിട്ടൊരു പ്രോസസ്സ് കൂടിയാണ് ഈ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രോജക്റ്റിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലോ ആണ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു പ്രോജക്റ്റ് പൂർത്തിയായ ശേഷം പ്രോജക്റ്റുകളിൽ നിന്നുള്ള എല്ലാ സ്റ്റഡീസുകളും ഇത് പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് നീഡ്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അഥവാ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ സ്റ്റേജസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ്
project identification. It simply means identification of business opportunities. It is concerned with the completion and analysis of economic information. ഇവിടെ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജാണ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ അറിയുന്നതിനെ പോലെ തന്നെ എന്നുവെച്ചാൽ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ തിരിച്ചറിയുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ വരുന്നുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും അത് നമ്മൾ എന്ത് ചെയ്യുക, അനാലിസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും അനാലിസ് ചെയ്യുക, കംപ്ലീഷൻ ചെയ്യുക എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ജനറേഷൻ ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ഷൻ, compilation and analysis of economic data for the purpose of finding out possible opportunities for investment and with the development of the characteristics of such opportunities. Emergence of project ideas from different sources is called generation of project ideas. കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. കംപ്ലീഷൻ എന്നാണ് ഞാൻ വായിച്ചത്, കംപ്ലീഷൻ എന്നല്ല, കോമ്പിലേഷൻ എന്നാണ് കേട്ടോ. കോമ്പിലേഷൻ ആൻഡ് അനാലിസിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനറേഷൻ ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ കണ്ടെത്തുന്നതിനും അത്തരം അവസരങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ വികസിപ്പിക്കുന്നതിനുമായിട്ടുള്ള എക്കണോമിക്കലി ആയിട്ടുള്ള ഡാറ്റ അത് ശേഖരിക്കുക, അതുപോലെ തന്നെ അത് സമാഹരിക്കുക, വിശകലനം ചെയ്യുക എന്നിവയാണ് ഇതിൽ പറയുന്നത്. ഇവിടെ വിവിധ തരം സോഴ്സുകളിൽ നിന്നുള്ള പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉത്ഭവങ്ങളും ആ പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റുകളുടെ തലമുറ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റുകളുടെ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ കേസുകളിലുള്ള ആ ഒരു പ്രോജക്റ്റ് ഐഡിയാസിന് നമ്മൾ എന്ത് പറയുന്നു, ജനറേഷൻ ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ. ദർ ആർ ദ അവർ ഓൺ നീഡ്സ്, മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട് ആൻഡ് റിലേറ്റീവ്സ്, പ്രോജക്റ്റ് പ്രൊഫൈൽസ്, ട്രേഡ് ഫെയർ എക്സിബിഷൻസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ജേർണൽസ്, പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്, ഡെവലപ്മെൻറ്റ്സ് ഇൻ അതർ നാഷൻസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. ഇത്തരം സോഴ്സുകളാണ് ഒരു പ്രോജക്റ്റ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റിൽ ഇഷ്ടം പോലെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയ പോയാൽ മാത്രം മതി. അതിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആയിട്ട് പറയുന്നില്ല സോഴ്സ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കാതിരിക്കേണ്ട. നെക്സ്റ്റ്, സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ. The process of evaluating the project idea with a view to select the best and promising idea after eliminating the unprofitable ideas is called screening of project ideas. സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് അൺപ്രോഫിറ്റബിൾ അല്ലാത്ത കോൺസെപ്റ്റുകൾ ഇല്ലാതാക്കിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഇതുമായിട്ടുള്ള ഐഡിയാസുകൾ അതൊക്കെ സെലക്ട് ചെയ്യുന്നതിന് ഒരു പ്രൊജക്റ്റിൻ്റെ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഐഡിയാസുകൾ വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത സ്റ്റേജസ് ആണ് പ്രോജക്റ്റ് ഫോർമുലേഷൻസ്. നമ്മൾ നേരത്തെ ഓരോ സ്റ്റേജസുമായിട്ട് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്തു. അത് രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പ്രോജക്റ്റ് ഫോർമുലേഷൻസ്. എക്സാമിന് എസ് എ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്നും അതുപോലത്തെ എലമെൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ അതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ project formulation refers to a series of steps to be taken to convert an idea into feasible plan of action.
ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിങ് ടെക്നിക്കൽ, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് എ പ്രോജക്റ്റ്. പ്രോജക്റ്റ് ഫോർമുലേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രോജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ്, വയബിലിറ്റി അനാലിസിസ് ഒക്കെ നമുക്ക് വിളിക്കാം. പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ അത് പ്രായോഗികമായിട്ട് പ്രവർത്തന പദ്ധതിക്കായിട്ട് മാറ്റുന്നതിന് ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനത്തെയുള്ളൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്നത് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയാസ് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന പദ്ധതിക്കായിട്ട് മാറ്റുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളുടെ ഒരു പരമ്പരയാണ് നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രൊജക്റ്റിൻ്റെ ടെക്നോളജിക്കലി ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ടുള്ളതും എക്കണോമിക്കലി ആയിട്ടുള്ളതും കൊമേഴ്ഷ്യലി ആയിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള വശങ്ങൾ അത് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻ. ഇപ്പോൾ പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ടെക്നോളജിക്കലി ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ടും കൊമേഴ്ഷ്യലി ആയിട്ടും സോഷ്യലി ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആസ്പെക്റ്റുകളും കണ്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ഫോർമുലേഷൻ. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻസ്. അധികം എക്സാംസിന് എക്സേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്താണ് എലമെൻറ്റ്സ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഫീസിബിലിറ്റി അനാലിസിസ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എഴുതാം. ഫസ്റ്റ് വൺ, ഫീസിബിലിറ്റി അനാലിസിസ്. അറ്റ് ദിസ് സ്റ്റേജ് the project idea is examined in the light of available internal and external constraints. ഈ ഫീസിബിലിറ്റി അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത അത് കൂടുതലായിട്ട് വിശകലനം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഫോർമുലേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫീസിബിലിറ്റി അനാലിസിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻറ്റേർണൽ ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസുകളുടെ വെളിച്ചത്തിൽ ഈ ഒരു സ്റ്റേജസിൽ നമുക്ക് എന്താണ് ആ പ്രോജക്റ്റിൻ്റെ ആശയം അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഐഡിയ നമുക്ക് എന്താണ് പരിശോധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടെക്നോ എക്കണോമിക് അനാലിസിസ്. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ഡിമാൻഡ്, പൊട്ടൻഷ്യൽ ആൻഡ് സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ ടെക്നോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊജക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ എല്ലാ സാധ്യതകളെയും തിരിച്ചറിയുന്നതിനും ഒപ്റ്റിമൽ ടെക്നോളജി തിരിച്ചറിയുന്നതിനും കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ്. ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോജക്റ്റ് ആർ ഷോൺ ബൈ സർവ് ആസ് എ ഫ്രെയിംവർക്ക് ഓഫ് ദ പ്രോജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഫ്രെയിംവർക്കായിട്ട് അവരെന്താണ് ഷോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻപുട്ട് അനാലിസിസ്. ഇൻ ദി സ്റ്റേജസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റിസോഴ്സസ് റിക്വയർമെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഇൻപുട്ട് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മെയിനായിട്ട് പറയുന്നത് അതിലുള്ള റിക്വയർമെൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ആ റിസോഴ്സുകൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഘട്ടമാണ് ഈ പറയുന്ന ഇൻപുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടം. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ് ദ എസ്റ്റിമേറ്റ്സ് അബൌട്ട് ദ പ്രോജക്റ്റ് കോസ്റ്റ്, റവന്യൂ ആൻഡ് ഫണ്ട് റിക്വയർഡ് ഫോർ ദ പ്രോജക്റ്റ്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ ഇൻകം, ഫണ്ട് എന്നിവയെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൊസൈറ്റീൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് ഫോർമുലേഷൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രോജക്റ്റ്, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്, ദെൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നീഡ്സ് ഓർ ഇമ്പോർട്ടൻസ്, ദെൻ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ പേസസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് ചോദിക്കാനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വാട്ട് ആർ ദ പ്രോസസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രോജക്റ്റ് ഫോർമുലേഷൻ, പ്രോജക്റ്റ് അപ്രൈസൽ, പ്രോജക്റ്റ് സെലക്ഷൻ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഫോളോ അപ്പ് ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ. അതാണ് അതിൻ്റെ സ്റ്റേജസ്. ഇനി അതിൽ ഓരോ സ്റ്റേജസ് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 സ്റ്റേജസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, പ്രോജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ പ്രോജക്റ്റ് ഫോർമുലേഷനും. ഈ പ്രോജക്റ്റ് ഫോർമുലേഷനിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ പറയുന്ന എലമെൻറ്റ് ഓഫ് ഫീസിബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ എലമെൻറ്റ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ, അതുമല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ പഠിച്ചതെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ മെയിനായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. അടുത്ത ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നാളെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചാണ്. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.